നിങ്ങൾക്കെല്ലാവർക്കും ഇത് എന്താണെന്ന് അറിയോ? ഇതാണ് ചേനപ്പൂവ്. ചേന പറിക്കാണ്ട് 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആദ്യം പൂവാണ് വരിക, പിന്നെ അതിന് ശേഷമാണ് തൈ വരിക. ചേന പറിക്കാണ്ട് നിർത്തിയത് പൂവുണ്ടാവാൻ വേണ്ടിയിട്ടാണോ? ഇത് പൂവുണ്ടാവാൻ വേണ്ടി നിർത്തിയ ചേനയല്ല. ഇത് കൂട്ടത്തിൽ പറിക്കാൻ മറന്നു പോണ ചേനകളാണ്. അങ്ങനെ 2 കൊല്ലം പറിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ 3ാമത്തെ കൊല്ലം പൂവാണ് വരിക. ഈ പൂവ് കൊണ്ട് എന്തുണ്ടാക്കുക? ഈ പൂവ് കൊണ്ട് നമുക്ക് തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണിത്. ടേസ്റ്റ് മാത്രമല്ല, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഈ പൂവിനുണ്ട്. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്, അതും ബാഡ് സ്മെല്ലാണ്. അവിടെ അതിൻ്റെ പരിസരത്ത് പോലും ആൾ നിൽക്കില്ല. ചേനപ്പൂ വളരെ അപൂർവമായിട്ടാണ് കിട്ടുക. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മിസ്സാക്കരുത്. പൂ വിരിയണതിൻ്റെ മുന്നേ തന്നെ നമ്മളത് മുറിച്ചെടുത്ത് തോരൻ വെച്ചോ കറി വെച്ചോ കഴിക്കണം. നിങ്ങളൊക്കെ വീട്ടിൽ ചേന കൃഷി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചേന കൃഷി എങ്ങനെ ചെയ്യാ? അനക്കറിയോ? ഇല്ല. അനക്കറിയോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കും ചേന കൃഷി അറിയില്ല അല്ലേ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വിത്ത് ചേന വാങ്ങണം. ഏകദേശം ഒരു 3/4 കിലോ അല്ലെങ്കിൽ 1 കിലോ ഉള്ള ചേന വാങ്ങിച്ചിട്ട് അതാണ് നമ്മൾ വിത്ത് ചേനായിട്ട് കുഴിച്ചിടുക. ചേന വാങ്ങിച്ച് കഴിഞ്ഞ് വീട്ടിൽ നിങ്ങളൊക്കെ കൃഷി ചെയ്യൂലേ? ഓക്കെ, ഇനി നിങ്ങൾ സൗകര്യമുള്ള സമയത്തൊക്കെ വരും. അപ്പോൾ കൃഷിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ.